വടക്കേക്കാട് ആഞ്ഞിലക്കടവ് തെക്കുഭാഗം 150ഓളം ഏക്കർ പാടശേഖരങ്ങളിൽ കൃഷിക്കാവശ്യമായ വെള്ളമില്ല. കപ്ലിയങ്ങാട് പാലക്കുഴിപ്പടവ് കമ്മിറ്റിക്ക് കീഴിൽ കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. നടിയിൽ കഴിഞ്ഞ് 25 ദിവസം പ്രായമായ ഞാറുകളുള്ള പാടശേഖരങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിൽ കഴിയുന്നത്. പാടശേഖരങ്ങളിൽ വെള്ളം കിട്ടാതെ വിണ്ടുകീറിയ അവസ്ഥയാണുള്ളത്. 100 അടിത്തോട്ടിലും മാഞ്ചിറ വരെ ഉപതോടുകളിലും സമൃദ്ധിയായി വെള്ളമുണ്ടെങ്കിലും അശാസ്ത്രീയമായ പമ്പിംഗ് രീതിയാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ കർഷകർ പ്രയാസം നേരിടുന്നതിന് കാരണം. പരൂർ പടവ് കമ്മിറ്റിക്കാണ് പമ്പിംഗ് ചുമതല. ഏറ്റവും കൂടുതൽ പമ്പിംഗ് ചാർജ് പരൂർ പടവ് കമ്മിറ്റിക്ക് നൽകുന്നതും കപ്ലിയങ്ങാട് പാലക്കുഴി പടവ് കമ്മിറ്റിയാണ്. 1 ഏക്കറിന് 2200 രൂപയാണ് പമ്പിംഗ് ചാർജായി കർഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാഞ്ചിറയിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ച് പമ്പിംഗ് പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ആഞ്ഞിലിക്കടവ് ഭാഗങ്ങളിലേക്ക് വെള്ളമടിക്കുന്നത്. പാലത്തിങ്ങൽ ഭാഗത്ത് ആദ്യം 10 HP മോട്ടോർ വെച്ചിരുന്നത് തികയാതെ വരികയും കർഷകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും 10 HP മോട്ടോർ വെച്ചിട്ടും തോട്ടിൽ കഴക്കൊപ്പം വെള്ളമെത്തിയില്ല. പല കർഷകരും കൂടുതൽ മോട്ടോർ സ്വന്തം ചെലവിൽ വെച്ച് തോട്ടിൽ നിന്ന് വെള്ളം പാടത്തേക്ക് അടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മോട്ടോർ മോഷ്ടാക്കളുടെ ശല്യം കാരണം അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് വറ്റിവരണ്ടു കിടക്കുന്ന പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ നിലവിൽ വെള്ളം കിട്ടാതെ 100ഓളം ഏക്കർ പാടശേഖരങ്ങളിലെ ഞാറുകൾ ഉണങ്ങുകയും ഇവിടങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർ വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കപ്ലിയങ്ങാട് താഴം പാലക്കുഴി പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ വിവേക് പറഞ്ഞു. 25 ദിവസമായിട്ടും ഇതിൽ തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. തോട്ടിലാണെങ്കിൽ വെള്ളമില്ല, മോട്ടറാണെങ്കിൽ 2 മോട്ടോർ വർക്ക് ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ഉള്ളതാണ്. ഇതിന് ഇവിടുത്തെ ഈ കമ്മിറ്റിയും അതേപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി ഇടപെട്ടിട്ടാണ് 2 ദിവസം മോട്ടോർ വർക്ക് ചെയ്തത്. എന്നിട്ട് ഈ പാടത്തിന്റെ ഇതെല്ലാം കൃഷിയെല്ലാം നഷ്ടപ്പെട്ട് പോകുന്നൊരവസ്ഥയ്ക്കാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. CCTV ന്യൂസ് പുന്നേർകുളം.